CPI സംസ്ഥാന സെക്രട്ടറിയെ തിരുത്തി ജനയുഗം ഓണപ്പതിപ്പിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനം. ജനയുഗം CPIയുടെ മുഖപത്രമാണെന്നറിയാമല്ലോ. അതിൽ തന്നെ BJP അധ്യക്ഷന്റെ ലേഖനം. രാജ്യത്ത് ജനാധിപത്യം പ്രതിസന്ധിയിലാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ലേഖനം. എന്നാൽ ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ തിരുത്തലും അതേ ലേഖനത്തിൽ അതേ ജനയുഗത്തിൽ തന്നെ പറയുന്നു. രണ്ട് ലേഖനവും ഒരേ പതിപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPIക്ക് പുറത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം മാത്രമാണ് രാഷ്ട്രീയമായി ഓണപ്പതിപ്പിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത്. എഡിറ്റോറിയൽ ബോർഡാണ് ലേഖനം പ്രസിദ്ധീകരിച്ചതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. റഹീസ് റഷീദ്, സാധാരണ ഓണപ്പതിപ്പിന് രാഷ്ട്രീയ വിഷയങ്ങളല്ലല്ലോ ഓണപ്പതിപ്പിൽ പ്രധാനമായിട്ടും വരിക. ഇനി അങ്ങനെ വന്നാൽ പോലും അത് ആ രീതിയിൽ കടുത്ത വിയോജിപ്പുള്ള ഒരു നേതാവിന്റെ ലേഖനമൊക്കെ പാർട്ടിയുടെ മുഖപത്രത്തിൽ വരിക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ദേശാഭിമാനിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ജനാധിപത്യത്തെക്കുറിച്ച് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെ ആണല്ലോ ഈ ജനയുഗത്തിലും വന്നിരിക്കുന്നത്. അതും ഒരേ പതിപ്പിൽ തന്നെ രണ്ടുപേരുടെയും ലേഖനങ്ങൾ വരുന്നു. CPIക്ക് പുറത്ത് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ BJP അല്ലാതെ മറ്റൊരു നേതാവിന്റെ ലേഖനം ഇല്ലതാനും. അബദ്ധം പിണഞ്ഞതാണോ? ഇത് എഡിറ്റോറിയൽ ബോർഡ് കരുതിക്കൂട്ടി ചെയ്തതാണോ? അതങ്ങനെ രണ്ടും ഇരിക്കട്ടെ എന്ന് കരുതി ചെയ്തതാണോ? റഹീസ് റഷീദ്. അരുൺ, എന്ത് കരുതി ചെയ്തതാണെങ്കിലും രണ്ട് വലിയ പ്രശ്നങ്ങളാണ് ജനയുഗത്തിന്റെ ഓണപ്പതിപ്പ് രണ്ട് ബുക്ക്ലെറ്റായിട്ടാണ് ഓണപ്പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഓണപ്പതിപ്പിലെ ഒരു പ്രശ്നം CPIയുടെ നേതാക്കളല്ലാതെ അതിനകത്ത് എഴുതിയിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഏകയാൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. മറ്റൊരു രാഷ്ട്രീയക്കാരൻ ബിനോയ് വിശ്വത്തിന്റെ ഉണ്ട്, പന്നിൻ രവീന്ദ്രന്റെ ഉണ്ട്, മറ്റു നേതാക്കളുടെ ലേഖനമുണ്ട്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ബിനോയ് വിശ്വത്തിന്റെ ലേഖനം കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് മറിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം വരികയാണ്. ബിനോയ് വിശ്വത്തിന്റെ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധികളെന്നാണ്. അതിനെക്കുറിച്ച് ദീർഘമായ ഒരു ലേഖനമാണുള്ളത്. പല വിഷയങ്ങൾ BJP ഈ രാജ്യത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സുദീർഘമായ ഒരു ലേഖനം. അത് കഴിഞ്ഞ് മറിച്ചാലുടൻ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ജനാധിപത്യം സുസ്ഥിരമാണ്, മോദി സർക്കാർ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം വരികയാണ്. കൃത്യമായി ബിനോയ് വിശ്വത്തെ തിരുത്തുന്ന ഒരു ലേഖനം BJP സംസ്ഥാന പ്രസിഡന്റിന്റേത് ആയി വരുന്നു. നമ്മൾ പാർട്ടി നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. അവർക്കിതിൽ കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ ഇക്കാര്യം പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടല്ല, എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനമായിരിക്കും എന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. അരുൺ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.